നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ വ്യത്യസ്തമായിരിക്കുന്ന പേരുകളിൽ അവിടുത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഏതാണ്ട് പ്രധാനപ്പെട്ട 7 ഔദ്യോഗിക നാമങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുണ്ട് എന്ന് തിരുവെഴുത്ത് നമ്മളോട് പറയുകയാണ്. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ദാവീദിൻ്റെ പുത്രൻ, യേശു, യേശുക്രിസ്തു, ക്രിസ്തു, മെശിഹ, ഇങ്ങനെ ധാരാളം പേരുകൾ നമ്മുടെ കർത്താവിനെ അഭിസംബോധന ചെയ്യാനായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ മറ്റിതര പേരുകളിലും ആൾക്കാർ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ കിട്ടിയ നന്മകളുടെയും ജീവിതത്തിൽ കർത്താവിനെ അനുഭവിക്കാൻ സാധ്യമായ ആ മുഖാന്തരങ്ങൾ വഴി യേശുവിനെ മറ്റിതര പേരുകളിൽ പലരും വിളിച്ച് കാണുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തെ ഒരുപാട് പേരുകളിൽ നമുക്ക് വിളിച്ച് കേൾക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പലയിടങ്ങളിലും യഹോവ ഇരേ, കരുതുന്ന ദൈവത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നു. ജയത്തിൻ്റെ കൊടിയായ കർത്താവിനെ യഹോവ നിസി എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ധാരാളം പേരുകൾ ദൈവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ വളരെ നെഗറ്റീവായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ഒരു നിലവാരത്തിൽ യേശുക്രിസ്തുവിനെ വിളിച്ച് വേദപുസ്തകത്തിൽ കാണുന്ന ഒരു പേരാണ് അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണ് എന്നുള്ള ഒരു വിളിപ്പേര്. അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പേരായിട്ടാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത, അവൻ്റെ അടുക്കൽ വന്ന എല്ലാവരെയും അവൻ ഒരുപോലെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തിരുവെഴുത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. സമൂഹത്തിൽ അന്നുള്ള ഒറ്റ മനുഷ്യനെയും പോലും കർത്താവ് ഒഴിവാക്കിയിരുന്നില്ല. ഏത് മനുഷ്യനും യേശുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ടും മനോഭാവത്തിൽ നിന്നുകൊണ്ടും അവൻ്റെ മനോവ്യഥകളിൽ നിന്നുകൊണ്ടും യേശു അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കർത്താവ് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നുള്ള സമൂഹത്തിൽ പോലും യേശുവിൻ്റെ കാലഘട്ടത്തിലും ഇന്നും ഒരുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവനവന് തുല്യം നിൽക്കുന്ന ആൾക്കാരോട് മാത്രമേ ആൾക്കാർ സംസാരിക്കുന്നുള്ളൂ, ഇടപെടുന്നുള്ളൂ എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുത. എനിക്ക് തുല്യം നിൽക്കുന്ന ആളോട് മാത്രമേ ഞാൻ സഹവർത്തിത്വം പുലർത്തുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അവനോട് മാത്രമേ ഒരു സഹാനുഭൂതിയുള്ളൂ, അവനോട് മാത്രമേ ഞാൻ ചേർന്നിരിക്കുന്നുള്ളൂ എന്നുള്ള ഒരു മനോഭാവം എല്ലാ മനുഷ്യരിലുമുണ്ട്. യേശുവിൻ്റെ കാലഘട്ടത്തിലും അത് ധാരാളമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പദവിക്കും അവിടുത്തെ പേരിനും തുല്യമായിട്ടല്ല യേശു നിൽക്കുന്നത്. അവിടുത്തെ പേരിനേക്കാളും താഴെയുള്ള സമൂഹത്തിൽ അന്ന് അപമാനത്തിന് വിധേയരായിരിക്കുന്ന ആൾക്കാരെ പോലും കർത്താവായ യേശുക്രിസ്തു ചേർത്ത് പിടിച്ചതായിട്ട് തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. എന്തുകൊണ്ടാണ് യേശുവിനെ പാപികളുടെ സ്നേഹിതൻ എന്ന് വിളിച്ചതെന്നറിയാമോ? അന്ന് സമൂഹത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ ഏറ്റവും മോശപ്രവൃത്തികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ, ഏറ്റവും താഴേക്കടയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ, അത്ര കണ്ട് സമൂഹം ഗവനിക്കാത്ത, മുൻഗണന കൊടുക്കാത്ത ആ ആൾക്കാരെ കർത്താവ് യേശുക്രിസ്തു വലിയ പരിഗണന കൊടുത്ത് അവരെ ചേർത്ത് നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് യേശുവിന് ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു പേര്. യഹൂദന്മാർ, പരീശന്മാർ, സാധുക്യരായിരിക്കുന്ന ആൾക്കാർ, അന്നത്തെ പ്രാമാണിത്വമുള്ളവരൊക്കെ യേശുവിനെ അങ്ങനെ വിളിക്കാനുള്ള കാരണം അതാണ്. കാര്യം അവൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ടല്ല അവൻ ആൾക്കാരോട് ഇടപെട്ടിരുന്നത്. തന്നേക്കാൾ താണ നിലവാരത്തിലുള്ളവരെ ചേർത്ത് പിടിക്കാൻ യേശുക്രിസ്തുവിനുള്ള ഒരു മനോഭാവമാണ് ഈ പേര് വീഴാനുള്ള കാരണമായി തീരുവാനായിട്ട് ഇടയാത്തിരുന്നത്. ഈ പേര് വീണത് കൊണ്ട് നമുക്കൊരു ഗുണമുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ ആ ഗുണം? യേശുക്രിസ്തു പാപികളുടെ സ്നേഹിതനായതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ വിടുവിക്കപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തു ഉന്നതന്മാരുടെയും യേശുക്രിസ്തുവിൻ്റെ നിലവാരത്തിലുള്ളവരുടെയും മാത്രം ദൈവമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹിതനായിരുന്നെങ്കിൽ, ഇന്ന് നമുക്ക് ഈ രക്ഷ അനുഭവിക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ആത്മീക സന്തോഷം നമുക്ക് ലഭ്യമാകത്തില്ലായിരുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ആത്മീക ആനന്ദം നമുക്ക് കിട്ടത്തില്ലായിരുന്നു. യേശു പാപികളുടെയും കൂടെ സ്നേഹിതനായതുകൊണ്ടാണ് അവൻ നമ്മുടെയും കൂടെ സ്നേഹിതനായതെന്ന് തിരിച്ചറിയുന്നവർക്കായിട്ട് ഇന്ന് രാവിലെ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് പാപികളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയുന്നത്, നമുക്ക് ഈ ദൈവകൃപയിൽ വരാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ആത്മീക ഭൗതിക നന്മകളുടെയും കാരണം, അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് യേശു പാപികളുടെ സ്നേഹിതനായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ ആത്മീക അനുഗ്രഹങ്ങളുടെ കാരണമെന്നുള്ള കാര്യം മറന്നു പോകരുത്. യേശുവിനെ അന്നത്തെ സമൂഹം പരിഹസിച്ച് വിളിച്ച ഈ പേര് ഒരു പദവിയായിട്ട് അത് മാറുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിനെ അത്തരത്തിൽ പരിഹസിച്ചത് കൊണ്ടല്ലേ ഈ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. അവൻ പാപികളുടെയും കൂടി സ്നേഹിതനായതുകൊണ്ടാണ് നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് അവിടത്തേക്ക് മനസ്സായത്. അവിടുന്ന് പാപികൾക്ക് വേണ്ട പരിഗണനയും കൂടെ കൊടുത്തത് കൊണ്ടാണ് നമ്മളെയും കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതാണ്. അവൻ പാപത്തെ വെറുക്കുകയാണ്, പക്ഷേ പാപിയെ അവൻ ചേർത്ത് പിടിക്കുകയാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ധൈര്യത്തോടെ പറയുന്നു, നിങ്ങൾ എത്ര മോശപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര
താഴേക്കിടയിലാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നാൽ പോലും, എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് തെറ്റായൊരു മനോഭാവമാണ്. നിങ്ങളെ പരിഗണിക്കുന്ന ഒരാളുണ്ട്, അവിടുത്തെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. നിങ്ങളെ ആദരിക്കുന്ന ഒരാളുണ്ട്, അവിടുത്തെ പേര് യേശു എന്നാണ്. നിങ്ങളെ ഏറ്റവും മാനിക്കുന്ന, നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള ഒരാളുണ്ട്, അവിടുത്തെ പേര് യേശു ക്രിസ്തു എന്നാണ്. അതുകൊണ്ട് എത്ര തകർന്നടിഞ്ഞ വ്യക്തിയാണെങ്കിലും, എത്ര മോശം ജീവിത സാഹചര്യങ്ങൾ ഉള്ള വ്യക്തിയാണെങ്കിലും, ആ കർത്താവിനെ അംഗീകരിക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ അവനെ സ്വീകരിക്കാൻ ഒരു തുറന്ന മനസ്സ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവനൊരു ഇടം കൊടുക്കുമെങ്കിൽ, നിശ്ചയമായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ ആദരിക്കാൻ, നിങ്ങളെ മാനിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകിത്തരാൻ ആ കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണ്. കാര്യം അവിടുത്തെ ഔദ്യോഗിക നാമമായിട്ട് പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു പേരുണ്ട്, അവൻ പാപികളുടെ സ്നേഹിതനാണ്. നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലെന്നുള്ള ഒരു പരാതി നിങ്ങൾക്ക് ഇനി വേണ്ട. കാര്യം അവൻ പാപികളുടെ സ്നേഹിതനായ ഒരുവൻ നമ്മുടെയും കൂടെ സ്നേഹിതനാണ്. നമ്മുടെ ഏത് പാപത്തെയും നമ്മളോട് ക്ഷമിച്ച്, ഏത് അപരാധത്തെയും ക്ഷമിച്ച്, ഏത് കൊടും ക്രൂരതകളെയും നമ്മളോട് ക്ഷമിച്ച് നമ്മളെ ചേർത്ത് പിടിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മനസ്സുണ്ട്. കർത്താവിന് വേണ്ടിയിട്ട് ഹൃദയം തുറന്നു കൊടുക്കുന്ന പക്ഷം, കർത്താവിന് വേണ്ടിയിട്ട് ജീവിതം വിട്ടുകൊടുക്കുന്ന പക്ഷം, കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന പക്ഷം, ഇന്ന് വരെയുള്ള പാപത്തിൻ്റെ നടപടികളെ ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കുന്ന പക്ഷം, നിശ്ചയമായിട്ട് നമ്മളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള ഒരു ദൈവമുണ്ട്, മനസ്സുള്ള ഒരു കർത്താവുണ്ട്. അവനെ അത്രയും നാം പാപികളുടെ സ്നേഹിതനെന്ന് അഭിസംബോധന ചെയ്യുന്നത്. ആ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അവസരം കൊടുക്കാം. ആ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതിന് നമുക്കൊന്ന് അനുവാദം കൊടുക്കാം. നിശ്ചയമായിട്ടും അവൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം മാറും, നമ്മുടെ ഈ പദവി മാറും, നമ്മുടെ ഈ വിളിപ്പേരുകൾ മാറും. നമ്മളെ ഇന്ന് സമൂഹത്തിൽ അഭിസംബോധന ചെയ്യുന്ന ആ ദുഷിച്ച പേരുകളെ മാറ്റി നമ്മളെ നല്ല പേരിനുടമയാക്കി തീർക്കാൻ ആ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. അവൻ ഉന്നതന്മാരുടെ മാത്രം സ്നേഹിതനല്ല, അവൻ പാപികളുടെയും കൂടെ സ്നേഹിതനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര താഴേക്കിടയിൽ പോയിരിക്കുന്നയാളായിരുന്നാലും നിങ്ങൾക്ക് ഉയർന്നു വരാൻ ഒരു അവസരമുണ്ട്. നിങ്ങൾക്ക് സമൂഹത്തിൽ ഉന്നതി പ്രാപിക്കാൻ ഒരു അവസരമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.